ഒരു നേരത്തെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഭക്ഷണം എങ്ങനെയായിരിക്കണം ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് നമ്മളെല്ലാവരും നോക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒരു ചായയ്ക്ക് കടുപ്പം വേണം, നിറം വേണം, മണം വേണം എന്ന് പറയുന്നത് പോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് തീർച്ചയായിട്ടും ഞാനീ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കും. അല്ല, ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിക്കുന്ന ഭക്ഷണം നല്ല രുചി ഉണ്ടാവണം. രണ്ടാമത്തേത് അത് പോഷക സമൃദ്ധമായിരിക്കണം. മൂന്നാമത്തേത് അതിൻ്റെ മേക്കിംഗ് ടൈം, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനും ഉണ്ടാക്കിയെടുക്കാനും വേണ്ട സമയം എത്രയും മിനിമം ആണെങ്കിൽ അത്രയും നല്ലത്. സോ ഇത് 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതോടൊപ്പം നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കും, അപ്പിയറൻസ് നോക്കും, കളറ് നോക്കും, മണം നോക്കും, ഇങ്ങനത്തെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഈ ഒരു ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു ഭക്ഷണ രീതി, കൺവെൻഷണൽ ഈറ്റിംഗ് പാറ്റേൺസും നമ്മളുടെ ഒരു കൾച്ചറിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഈ പറഞ്ഞ 3 ഫാക്ടേഴ്സും പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിഷിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, റെയിൻബോ റോട്ടി റോൾ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് 2 കമ്പോണൻസ് ഉണ്ട്. ഒന്നൊരു റോട്ടിയാണ്, റോട്ടി അല്ലെങ്കിൽ ചപ്പാത്തി ആവാം. ആ കമ്പോണൻറ്റ് എന്താണ്? അതൊരു ഗോതമ്പിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കുന്ന നമ്മളുടെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ചപ്പാത്തിയാണ്. പക്ഷേ ഈ ചപ്പാത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് വെജിറ്റബിൾസ്, മൾട്ടി കളർഡ് വെജിറ്റബിൾസ്. നമ്മളിപ്പോൾ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ക്യാരറ്റ് ഉപയോഗിക്കാം, ബീട്രൂട്ട് ഉപയോഗിക്കാം, സുക്കീനി ഉപയോഗിക്കാം. അത് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ ഫണ്ടമെൻ്റലി അതിനകത്ത് വെജിറ്റബിൾസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഉപയോഗിക്കുന്ന വീറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്പ്രൗട്ടഡ് ഓർഗാനിക് വീറ്റ് ഫ്ലവർ ആണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. അതായത് മുളപ്പിച്ച ജൈവ ഗോതമ്പിൻ്റെ പൊടിയാണെങ്കിൽ നന്നായിരിക്കും. അതിൻ്റെ ഒബ്ജക്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഗ്ലൂട്ടൻ്റെ ലോഡൊന്ന് കുറയ്ക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടൻ. അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഗോതമ്പ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലോഡൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രൗട്ടഡ് ഓർഗാനിക് വീറ്റ് ഫ്ലവർ ഉപയോഗിച്ചുകൊണ്ട് ഈ വെജിറ്റബിൾ റോട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പരത്തി എടുത്തിട്ടാണ് റോട്ടിയോ അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് തീർച്ചയായിട്ടും ഓയിൽ ചേർത്ത് ചപ്പാത്തിയാക്കാം. അതാണ് നമ്മൾ റോളിന് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഫില്ലറാണ്. ഇത് വളരെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പല വെജിറ്റബിൾസാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്ന് കടായി മഷ്റൂമാണ്. ഇവിടെ മഷ്റൂമിന് പകരം വേണമെങ്കിൽ ചിക്കൻ ഉപയോഗിക്കാം, എഗ്ഗ് ഉപയോഗിക്കാം, ഫിഷ് ഉപയോഗിക്കാം, പനീർ ഉപയോഗിക്കാം, എന്തും ഉപയോഗിക്കാം. ബട്ട് അതിനകത്തൊരു ഫില്ലിംഗ് ഉണ്ടാവും. വേണമെങ്കിൽ ഇതുണ്ടാക്കിയതിന് ശേഷം കഴിക്കുന്നതിന് മുമ്പ് ഡിപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുതിന ചട്നി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹോം മെയ്ഡ് മയോണൈസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാൽസ ഉപയോഗിക്കാം. ഏതോണം ഉപയോഗിച്ചിട്ട് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മേ ബി ഒരു 30 മിനിറ്റിൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് കുക്കിംഗ് ടൈം മതിയാവും. നമുക്ക് ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് റോള് പോലെ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇനി കീപ്പിംഗ് ക്വാളിറ്റി ഉണ്ടാകും, നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. നമ്മളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിലെ രുചിയും പോഷകവും കൺവീനിയൻസും മീറ്റ് ചെയ്യുന്ന ഡെഫിനറ്റ്ലി വളരെയധികം ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഡിഷാണ് RRR, അതായത് റെയിൻബോ റോട്ടി റോൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് റോട്ടി ഉണ്ടാക്കാം. ഇതിനാവശ്യമായിട്ടുള്ള 150 ഗ്രാം സ്പ്രൗട്ടഡ് ഓർഗാനിക് വീറ്റ് ഫ്ലവർ പാത്രത്തിലെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നട്ട് മിക്സ് പൗഡർ ചേർക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് ഇളക്കുക. ആ മിക്സിലോട്ട് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് 30 ഗ്രാം വീതം വരുന്ന ക്യാരറ്റും ബീട്രൂട്ടും സുക്കിനിയും ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്ന പരുവത്തിലോട്ട് കുഴച്ചെടുക്കുക. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് മാറ്റി വെച്ച് സാധാരണ റോട്ടി ഉണ്ടാക്കുന്നത് പോലെ തന്നെ പരത്തിയെടുത്ത് കുറച്ച് നെയ്യിൽ ചുട്ടെടുത്തു കഴിഞ്ഞാൽ റോട്ടി റെഡി. ഇനി നമ്മൾക്ക് കടായി മഷ്റൂം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി പാൻ എടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് 3 പീസ് ഗ്രാമ്പൂ, 3 പീസ് ഏലക്ക, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, കറുകപ്പട്ട, ഇതിലേക്ക് മുറിച്ച 50 ഗ്രാം ഉള്ളി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിലിനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് 200 ഗ്രാം ടൊമാറ്റോയുടെ അരപ്പും കൂടി ചേർക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഫ്രഷായി മുറിച്ച 200 ഗ്രാം മഷ്റൂം കൂടി ചേർത്ത് അത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 70 ml വെള്ളവും കൂടി ചേർത്ത് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നന്നായി കുക്കാവും. ഇതിലേക്ക്
നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 50 ഗ്രാം വീതം വരുന്ന റെഡ്, ഗ്രീൻ, യെല്ലോ ക്യാപ്സിക്കം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും 1 ടീസ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കടായി മഷ്റൂം റെഡി. ഇതായിരിക്കും നമ്മുടെ റോട്ടിയുടെ ഫില്ലിംഗ് വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ആ റോട്ടി ഉണ്ടാക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോട്ടി ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് സെർവ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് കടായി മഷ്റൂം ആ റോട്ടിയുടെ ഒരു സൈഡിലേക്ക് ചേർക്കുക. ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഫ്രഷായി മുറിച്ചിട്ടുള്ള ക്യാപ്സിക്കവും ക്യാബേജും വേണമെങ്കിൽ തക്കാളിയും ചേർക്കാവുന്നതാണ്. ഇത് ചേർത്ത് പതിയെ റോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RRR റെഡി.